നല്ല പ്രകൃതി മനോഹരമായ ഒരു സ്ഥലം, ശാന്തസുന്ദരമായ സ്ഥലം കേട്ടോ ഇത്. കഴിഞ്ഞ വർഷം നമ്മളിവിടെ വന്നിരുന്നു, വീണ്ടും ഈ വർഷം ഒരു തവണയും കൂടി ഇവിടെ വന്നിരിക്കും. ഇത് സ്ഥലം അഞ്ചുരുളിയാണ് സ്ഥലം. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല കാറ്റ്. അപ്പോൾ ഈ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഒരു മഴയാണ്, മഴക്കാറും ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ ഇത്. അടിപൊളി വ്യൂസാണ്, ഒന്ന് കണ്ടു നോക്കിയാലോ നമുക്ക് ഇവിടുത്തെ വ്യൂസൊക്കെ. ഇവിടെ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആട്ടോ, അധികം ആൾക്കാർക്ക് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ടൂറിസ്റ്റ് പ്ലേസ് എല്ലാവരും കണ്ടറിഞ്ഞു വരുന്നതേ ഉള്ളൂ കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഈ സ്പോട്ടിൻ്റെ ഭംഗിയൊന്ന് കണ്ടാലോ. കഴിഞ്ഞ വർഷം വന്നപ്പോൾ നമ്മൾ ആ മലയുടെ മുകളിലൊക്കെ കയറിപ്പോയായിരുന്നു. നമ്മുടെ വീഡിയോയിലുണ്ട്, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഈ വീഡിയോസൊക്കെ നമ്മളെടുത്ത് ഇട്ടിരുന്നതാണ്. കാണാത്തവർ കാണണം കേട്ടോ, നല്ല ഭംഗിയാണ്. അവിടെയൊക്കെ പോയിന്ന് ഭയങ്കര കാറ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നിട്ടാണ് ആ മലയുടെ മുകളിലൊക്കെ കയറുന്നത്. അവിടെ കുരിശൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ. ഇവിടെ ഈ പള്ളിയിൽ നിന്നൊക്കെയുള്ള കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലുന്ന സ്ഥലം. അത്രയും ടോപ്പിലൊക്കെ പോയിട്ടാണ് കുരിശിൻ്റെ വഴി കംപ്ലീറ്റ് ആകുന്നത്. ഇത് മൂന്നാർ അങ്ങനെയൊക്കെയുള്ള ദേവികൾ ആ ഒരു ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഈ ഒരു സ്ഥലങ്ങളൊക്കെ കണ്ടോ, പ്രകൃതി നിർമ്മിതമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സ്ഥലം കേട്ടോ, പ്രകൃതി നിർമ്മിതമായ സ്ഥലം. ഇത് കോടമഞ്ഞാണ്, അങ്ങ് ദൂരെ നോക്കുമ്പോൾ കോടമഞ്ഞ് ഇറങ്ങുന്നത് കാണാം. ഇച്ചിരി വ്യൂവിൽ ചെറിയൊരു പ്രശ്നം തോന്നുന്നുണ്ട് നമുക്ക്, കാരണം ആ ഒരു മഞ്ഞ് ഇറങ്ങുന്നതും കാലാവസ്ഥ അത്ര അനുകൂലമല്ല, കുറച്ച് മഴയുടെ ലക്ഷണങ്ങളുണ്ട്. മേഘം കറുപ്പ് കളറിലേക്ക് മാറുന്ന പോലൊക്കെ, അതുകൊണ്ട് ചെറിയൊരു വ്യൂവിന് വ്യത്യാസമുണ്ട്. അത് നോക്കുക, മഴ ചാറുന്നുണ്ട്, ചെറിയ ചാറ്റമഴയുണ്ട്. നമ്മളിവിടുന്ന് താഴേക്ക് ഇറങ്ങി പോകണം, കുറച്ച് ദൂരം നടന്ന് ഇറങ്ങി പോകണം. മഴ മിക്കവാറും കൊണ്ടിട്ടേ ഇവിടുന്ന് പോകത്തോളം തോന്നുന്നു. ഇവിടെ ഒരു വീട് നമ്മൾ കാണുന്നുണ്ട്, എന്താണ് സംഭവം നോക്കട്ടെ. പക്ഷെ മഴ നനയാണ്, മഴ നനഞ്ഞാണ് നമ്മളിത് കാണാൻ വേണ്ടി പോകുന്നത്. ഇപ്പം കുന്നിൻ്റെ മുകളിലൊരു വീട് നോക്കട്ടെ, നല്ല രസമുണ്ട് കേട്ടോ. ഈ പാറയുടെ ഇടയിൽ കൂടിയൊക്കെയുള്ളൊരു യാത്ര അടിപൊളി. ഇത് ചെമ്പരത്തി, ഇവിടെ ആരും താമസമില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഒരു വീടാണ് പക്ഷേ ഉണ്ടോ, ഇവിടെ പക്ഷെ ആരും താമസിക്കുന്നില്ല. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഈ ടൂറിസ്റ്റ് പ്ലേസാണെന്നും എല്ലാവർക്കും അറിയുന്നില്ല, അറിഞ്ഞ് വരുന്നതേ ഉള്ളൂ കേട്ടോ. അറിഞ്ഞ് എല്ലാവരും അത് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു തിരിച്ചിറങ്ങി പോവുകയാണേ. അടിപൊളി സ്ഥലം. അപ്പോൾ തിരിച്ച് ഞങ്ങൾ പോവുക. അപ്പോൾ ഇടുക്കിയിൽ വരുന്ന ആളുകൾ അഞ്ചുരുളിയിൽ വരാൻ വേണ്ടി നോക്കുക, ഈ സ്ഥലത്ത് വരണം കേട്ടോ. നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഞങ്ങൾ തിരിച്ചിറങ്ങി അടുത്തൊരു സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി പോവാണ്. വീണ്ടും പുതിയൊരു പ്ലേസ് അന്വേഷിച്ച് പോവുക കേട്ടോ. അപ്പോൾ ടാറ്റ.